ദൈവരാജ്യത്തിൽ യുവർ പ്രസൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇനി ഒത്തിരി ആളുകളെ വേണം. ഇവിടെ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും ചെയ്യാൻ എന്നെ കൊണ്ട് തന്നെ ഒക്കത്തില്ല. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ഗോഡ് നീഡ്സ് സംബഡി. വേദപുസ്തകം മുഴുവൻ നിങ്ങൾ നോക്കിക്കേ, ദൈവത്തിന് ആളുകളെ ആവശ്യമുണ്ടായിരുന്നു. തൻ്റെ ജനമാകുന്ന ഇസ്രയേലിനെ ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ ദൈവത്തിനൊരാളെ വേണമായിരുന്നു. അങ്ങനെ ആരെ ദൈവം തിരഞ്ഞെടുത്തത്? മോശയെ തിരഞ്ഞെടുത്തത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാ, ദൈവം മോശയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്ഥി താഴ്വരയിൽ പോയി പ്രസംഗിക്കാനായിട്ട് ഒരു പ്രവാചകനെ ദൈവത്തിന് വേണമായിരുന്നു. അങ്ങനെ ആരെയാണ് കിട്ടിയത്? യഹസ്യേലിനെ കിട്ടി. യെരുശലേമിൻ്റെ ശൂന്യമായ മതിൽ പണിയാനായിട്ട് ഒരാളെ വേണമായിരുന്നു. അങ്ങനെ ആരെ കണ്ടെത്തി? അർത്തഹശ്രേഷ്ഠ രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ പാനപാത്രവാഹകനായിരിക്കുന്ന നെഹമ്യാവിനെ കണ്ടെത്തി. കർത്താവിന് യാത്ര ചെയ്യാനായിട്ടൊരു കഴുതയെ വേണമായിരുന്നു. ആ കഴുത എവിടെയോ കെട്ടപ്പെട്ട് കിടക്കുക. അതിനെ അഴിച്ചുകൊണ്ട് വരാൻ കർത്താവിന് 2 ശിഷ്യന്മാരെ വേണമായിരുന്നു. 2 ശിഷ്യന്മാരെ കർത്താവ് എടുത്തു. ജാതികളോട് സുവിശേഷം പറയാനായിട്ട് ദൈവത്തിന് ഒരു വ്യക്തിയെ വേണമായിരുന്നു. സുവിശേഷ വിരോധിയായ ശൗലിനെ കർത്താവ് തിരഞ്ഞെടുത്തു. ഇസ്രായേൽ ജനങ്ങൾ ഒരു രാജാവിനെ ചോദിച്ചപ്പോഴൊരു രാജാവിനെ കൊടുക്കാനായിട്ട് ദൈവത്തിൻ്റെ ആളെ വേണമായിരുന്നു. കഴുതി അന്വേഷിച്ച് കിടന്ന ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തു. ഇസ്രായേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് മുഴുവനും ഭീതിയും അപമാനവും വരുത്തിയ ഗോലിയാത്തിനെ കൈകാര്യം ചെയ്യാനായിട്ട് ദൈവത്തിനൊരാളെ വേണമായിരുന്നു. ആടുകളെ മേയിച്ചുകൊണ്ട് നിന്ന ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. ജാതികൾക്ക് പ്രവാചക ശബ്ദമായി നിലകൊള്ളേണ്ടതിന് ദൈവത്തിനൊരു വ്യക്തിയെ വേണമായിരുന്നു. അവസാനം കാട്ടത്തിപ്പഴം പറക്കി നടന്ന ആമോസിനെ കണ്ടെത്തി. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനെ വേണമായിരുന്നു. യിരെമ്യാവിനെ ദൈവം തിരഞ്ഞെടുത്തു. നിന്നെ വല്ലത്തിനും തിരഞ്ഞെടുക്കാൻ കൊള്ളാമോ? ഒത്തിരി ആവശ്യമുണ്ട്. ഇവിടെ ദൈവരാജ്യത്തിന് ഒത്തിരി ആവശ്യമുണ്ട്. ഡു യു ഫിറ്റ് എനിവെയർ? ഇതിലെവിടെങ്കിലും നിന്നെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? കർത്താവ് പറയുന്നു, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. സ്വർഗം ഒരിക്കലും മതി എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് സൂചന വേലക്കാർ മതി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതുപോലെ ആവശ്യമുള്ളൊരു ഫീൽഡാണ് കർത്താവിൻ്റെ വേല. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. എന്താ കാരണം? ഇല്ലെങ്കിൽ ഈ തലമുറയിൽ ജീവിക്കാൻ ദൈവം നിന്നെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? അനുവദിക്കത്തില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസം നിനക്ക് തരത്തില്ലായിരുന്നു. കർത്താവിന് കൂടി വന്ന ജനത്തോട് സുവിശേഷം പറയാനായിട്ട് ഒരു പടക് വേണമായിരുന്നു. പടകുള്ള പത്രോസ് അവൻ്റെ പടക് വിട്ടുകൊടുത്തു. കർത്താവിന് പെസഹ ആചരിക്കാനായിട്ടൊരു വീട് വേണമായിരുന്നു. വിരിച്ചൊരുക്കിയ വന്മാളിയുള്ള ഒരാൾ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ വീട് അവന് വിട്ടുകൊടുത്തു. നമുക്കൊക്കെ വന്മാളി ഉണ്ടെങ്കിൽ പ്രാർത്ഥന പോലും നമ്മൾ നടത്തത്തില്ല. ഉണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരു കുടുംബ പ്രാർത്ഥനയുടെ കഥയല്ല ഞാൻ പറയുന്നത് കേട്ടോ. ദൈവമക്കൾ കടന്നു വന്നൊരു പ്രാർത്ഥന നടത്തിയിട്ട് എത്ര വർഷമായി? പത്രോസിന് ദൈവം പടക് കൊടുത്തത് മീൻ പിടിക്കാൻ മാത്രമൊന്നുമല്ല, കർത്താവിനിരുന്ന് സുവിശേഷം കൂടെ പറയാനാ. എന്തിനാ നിൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും തന്നെ? എപ്പോഴെങ്കിലും നിൻ്റെ ആഹാരം ഒരാളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ? നീ കഴിക്കാതെ. ആ ബാലൻ അതായത് അവനുള്ളൊരു അപ്പവും 1 മീനും, അവനുള്ള 5 അപ്പത്തിൽ നിന്ന് 1 അപ്പവും 1 മീനും അവനെടുത്ത് വെച്ച് ബാക്കി 4 ഒന്നും അല്ല കൊടുത്തേ. ഒന്നും എടുക്കാതെ സമ്പൂർണമായിട്ട് എപ്പോഴെങ്കിലും നിൻ്റെ ആഹാരം വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ടോ? നമുക്ക് തന്നെ കഴിക്കാനില്ലല്ലയോ? ഫ്രിഡ്ജിൽ ഇരുന്ന് 3-4 ദിവസമായിട്ട് ക്രമീകരിച്ച് വന്നിട്ട് പിന്നെ ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടക്കുന്നതല്ലാതെ എന്നാലും എടുത്ത് കൊടുക്കത്തില്ലല്ലോ ആർക്കും.
എന്തിനാ ദൈവം നമുക്കിതൊക്കെ തന്നേ? എന്തിനാ ഈ ജോലി തന്നേ? എന്തിനാ ഈ വിദ്യാഭ്യാസം തന്നേ? എന്തിനാ പണം നിങ്ങളുടെ കയ്യിൽ തന്നേ? എനിക്കൊരു അസൂയയില്ല കേട്ടോ. ഒരു കാര്യം ഓർത്തോ, there is a kingdom plan behind it. ഇതൊക്കെ തന്നതിൻ്റെ പുറകിൽ ദൈവത്തിന് ദൈവരാജ്യ സംബന്ധമായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ബിഹൈൻഡ് എവറി ബ്ലെസ്സിങ്, ലഭിച്ചിരിക്കുന്ന സകല നന്മയുടെയും പുറകിൽ there is a kingdom purpose. ദൈവരാജ്യ സംബന്ധമായിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. അത് ചെയ്യുന്നില്ലെങ്കിൽ ജീവിതം കൊണ്ടൊരു പ്രയോജനവുമില്ല. ഞാൻ മോശയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പോവാ. Why did God choose Moses? ദൈവം എന്തുകൊണ്ടാണ് മോശയെ ഈ ഒരു മഹനീയ ദൗത്യത്തിന് തിരഞ്ഞെടുക്കാൻ കാരണം എന്നാ? അതിൻ്റെ ആദ്യത്തെ കാരണം ഞാൻ പറഞ്ഞു, എന്തുവായിരുന്നു? ദൈവത്തിനൊരു മനുഷ്യനെ വേണമായിരുന്നു. ദൈവത്തിന് ഒരു മനുഷ്യനെ വേണമായിരുന്നു. ഇന്നും ദൈവത്തിന് ഒരു മനുഷ്യനെ വേണം. ഇന്നും ദൈവത്തിനൊരു മനുഷ്യനെ വേണം. യെശയ്യാവിനോട് ദൈവം ചോദിക്കുക, ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും? ദൈവത്തിന് ഇന്നും ഒരു മനുഷ്യനെ വേണം. യേശുവിൻ്റെ കൈയായിരിക്കാൻ, യേശുവിൻ്റെ കാലായിരിക്കാൻ, യേശുവിൻ്റെ വായായിരിക്കാൻ, യേശുവിൻ്റെ കണ്ണായിരിക്കാൻ, യേശുവിൻ്റെ ശരീരമായിരിക്കാൻ യേശുവിന് ഇന്നും ആളുകളെ ആവശ്യമുണ്ട്. 430 സംവത്സരങ്ങൾക്ക് മുൻപ് ദൈവം കൊടുത്തൊരു പ്രവചനമാ, ഇസ്രായേലിന് കൊടുത്ത പ്രവചനമാ. നിന്റെ 4-ാം തലമുറയെ ഞാൻ മിസ്രയീമിൽ നിന്ന് എന്ത് ചെയ്യും? വിടുവിച്ച് മടക്കി വരുത്തും. 400 വത്സരം മുമ്പ് കൊടുത്ത പ്രവചനം സമയമായപ്പോൾ ദൈവത്തിനൊരാളെ വേണമായിരുന്നു. ദൈവം ലോകത്തോട് മുഴുവൻ പറഞ്ഞിരിക്കുന്ന ഒരു ദൂതുണ്ട്, ആരും നശിച്ചു പോകരുത്, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. പക്ഷേ ഈ സുവിശേഷം അവരോട് പറയാനായിട്ട് എനിക്കൊരാളെ വേണം. ഇത് ദൂതന്മാർക്കല്ല ദൈവം ഈ പദവി കൊടുത്തത്, ഇത് നമുക്കാ ദൈവം ഈ പദവി തന്നേക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പാടാറുണ്ടല്ലോ, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. രക്ഷാദൂത് അറിയിക്കാനായിട്ട് ദൂതന്മാർക്ക് കൊടുക്കാത്തൊരു ഭാഗ്യം ദൈവം എനിക്കാ തന്നേക്കുന്നേ. ദൈവത്തിനൊരാളെ വേണം, ദൈവത്തിനൊരാളെ വേണം. ദൈവം പറഞ്ഞിരിക്കുക, ആരും നശിച്ചു പോകരുത്, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. പക്ഷെ ഇത് പറയാൻ ദൈവത്തിനൊരാളെ വേണമായിരുന്നു. 430 സംവത്സരങ്ങൾക്ക് മുൻപ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്, നിന്റെ സന്തതി 4-ാം തലമുറ ഞാൻ അവരെ അവിടെ നിന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? പുറത്തു കൊണ്ടുവരും. ആ സമയമായപ്പോൾ ദൈവത്തിനൊരാളെ വേണമായിരുന്നു. ദൈവം മോശ എന്നൊരുത്തനെ കണ്ടു. ദൈവം മോശയെ തിരഞ്ഞെടുത്തതിൻ്റെ ഒന്നാമത്തെ കാരണം, ഹി നീഡഡ് എ മാൻ. ഒരു കാര്യം പറയാം, ഈ തലമുറയിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പുറകിലെ ഒറ്റ കാരണം, തമ്പുരാൻ്റെ ഒരാളെ വേണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അല്ലാതെ വേറെ ഒരു ഗുണവും എനിക്കില്ലായിരുന്നു, ഒന്നും എനിക്കില്ലായിരുന്നു. ദൈവത്തിനൊരാളെ ആവശ്യമുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്തത്. അവന് ഇന്നും ആളുകളെ വേണം. നീ തയ്യാറാണെങ്കിൽ ദൈവം തന്നെ തിരഞ്ഞെടുക്കും. രണ്ടാമത്തെ കാരണം എന്നാണെന്നറിയാമോ? മോശയെ തിരഞ്ഞെടുക്കാനുള്ള രണ്ടാമത്തെ കാരണത്തിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഹി ഹാഡ് എ പാഷൻ ഫോർ ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തോട് ഒരു മനസ്സലിവ്. അതിന് ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന്, അത് എത്രമാത്രം ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി ഒരാളെ പറയാം. അയാൾ ദൈവവേദനോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല. അയാൾ എവിടെ കമ്പനി തുടങ്ങിയാലും കേരളത്തിൽ വന്ന് ഇവിടുന്ന് ആളുകളെ ജോലിക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ആരാന്നറിയാമോ? യൂസഫ് അലി. ഞാൻ അയാളിൽ നിന്ന് ഒത്തിരി നല്ല പാഠം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എത്രയോ സ്ഥലങ്ങളിൽ വൻകിട സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ സമ്മോർഹാവ് തൻ്റെ സ്വന്തം നാട്ടുകാരോട് അദ്ദേഹത്തിനൊരു പാഷനുണ്ട്. അവിടെ കൈക്കൂല വേറെ റെക്കമെൻഡേഷനും ഒരു പരിപാടിയും നടക്കത്തില്ല. അവിടെ ജോലിക്ക് നിൽക്കേണ്ടവരെല്ലാം ഇങ്ങനെ നിൽക്കും.
അദ്ദേഹം വന്ന് നോക്കും, തനിക്ക് ബോധിച്ചവരെ ആരും ഓരോരുത്തരും എങ്ങനെ എന്ത് ചെയ്യും? എന്താ കാരണം? ഹിസ് പാഷൻ. സാധാരണ ഒരു മലയാളി വേറൊരു മലയാളിയെ എന്ത് ചെയ്യത്തില്ല, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോട്ട് കൊണ്ടുപോയില്ല. അങ്ങനെ അത്. കാരണം നമ്മുടെ സ്വഭാവം നമുക്ക് തന്നെ അറിയാമല്ലോ. ഇവൻ വന്നാൽ എന്തെല്ലാം പാര. ഇവൻ ആദ്യം ആലോചിക്കുക മുതലാളിക്ക് എന്നാ ലാഭം ഉണ്ടെന്നായിരിക്കും ആലോചിക്കുന്നത്. അത് ജോലിക്ക് ആളെ വെച്ചിട്ടുള്ളവർക്കറിയാം. 4 ദിവസമൊക്കെ കച്ചവടം നടന്നു കഴിയുമ്പം അവൻ ഉടനെ കണക്ക് കൂട്ടാൻ തുടങ്ങും. ഈയിടെ ഒരാൾ പറഞ്ഞു, എനിക്കൊരാൾ കുറച്ച് മാങ്ങ കൊണ്ട് തന്നു. ഞാൻ തന്നെയുള്ള ഇതെല്ലാം കൂടെ തിന്ന് തീർക്കാൻ പോയാൽ എനിക്ക് വയറിളക്കം പിടിക്കുമെന്നല്ല, വേറെ ഗുണമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ ദൈവദാസന്മാർക്കെല്ലാം കുറേശ്ശെ കൊടുത്തു വിട്ടു. ഒരു ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റർ ഇവിടെ മാവും തോട്ടം വാങ്ങിച്ചിട്ടുണ്ടോന്ന്. പാസ്റ്റർ എവിടെ മാവും തോട്ടമുണ്ട് പാസ്റ്റർക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും മാങ്ങ കൊടുത്തതെന്ന്. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. കാരണം ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട്. അതുകൊണ്ട് ഇപ്പം പറ്റിയ കുഴപ്പമില്ല, വല്ലതും കിട്ടിയാൽ കൊടുക്കാൻ പോലും ഇപ്പം പേടിയാണ്, ഇല്ലയോ? അങ്ങനെ പലർക്കും ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് വല്ലതും കിട്ടിയാൽ കൊടുക്കാൻ പേടിയാണ് നമുക്ക്. കാര്യം എന്നാ, ഇവനുണ്ടാക്കുന്ന കഥയൊക്കെ ആലോചിക്കുമ്പോൾ ഇല്ലേ, ആന്ന് കൊടുക്കാൻ പേടിയാന്ന്. ഇപ്പം മാങ്ങ കൊടുത്താൽ എന്ത് പറയും? മാന്തോപ്പുണ്ടെന്ന് പറയും. വാഴ കൊടുത്താൽ എന്ത് പറയും? വാഴത്തോട്ടം ഉണ്ടെന്ന് പറയും. 4 അണ്ടി കൊടുത്താൽ എന്ത് പറയും? കശുമാവൻ തോട്ടം ഉണ്ടെന്ന് പറയും. കാശ് കൊടുത്താൽ എന്ത് പറയും? ഇയാൾക്ക് രാത്രി നോട്ടടിയാണോ പണിയത്? ഈയിടെ ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, ഒരാവശ്യമുണ്ടെന്ന്. നോട്ടടിക്കുന്നൊരു വിഷയം കിട്ടിയാൽ കൊള്ളാം. പൊള്ളി ചിരിച്ച് മണ്ണ് കപ്പി. ഞാൻ പറഞ്ഞത് എൻ്റെ ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ. ഇവിടെ തന്നെ എത്രയോ പേര് ഇത്രയും കാശ് ഇവിടെ ചിലവാക്കണമെങ്കിൽ ഇയാൾക്ക് എന്താ വരുമാനമുണ്ട്? ഞാൻ പറഞ്ഞു എന്നതിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കണം എന്തുവാന്നുള്ളത്. ഹി ഹാസ് എ പാഷൻ ഫോർ ഹിസ് പീപ്പിൾ. മോശയ്ക്ക് തൻ്റെ ജനത്തെക്കുറിച്ചൊരു വലിയ എരിവ്, ഒരു വലിയ വാഞ്ച അവനുണ്ടായിരുന്നു. എപ്പോഴാണ് ഇതുണ്ടായേ? അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം വിളിച്ചപ്പെടുന്നതല്ല. മുൾപ്പടർപ്പിൽ കത്തുന്ന തീ കണ്ടപ്പോഴാണോ തൻ്റെ ജനത്തെക്കുറിച്ചൊരു വാഞ്ച ഉണ്ടായേ? അല്ലല്ലല്ലല്ല. ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ട രാജകൊട്ടാരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴേ തൻ്റെ ജനത്തോട് അവൻ എന്തുണ്ടായിരുന്നു? ഒരു കൂറുണ്ടായിരുന്നു. നമ്മളിൽ എത്ര പേർക്ക് കർത്താവിനെക്കുറിച്ച് അറിയാത്ത നമ്മുടെ ഭവനത്തിലുള്ളവരെക്കുറിച്ചൊരു പാഷനുണ്ട്, ഒരു വാഞ്ചയുണ്ട്, ഒരു ദാഹമുണ്ട്. കർത്താവ്, എൻ്റെ കുടുംബത്തിലെ ഇന്ന ആളുകൾ നിന്നെ അറിഞ്ഞിട്ടില്ല, എനിക്കവരെ തരണമേ എന്ന. പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനുഷ്യനെ കാണാം. ആരാ പോലെ? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് താൻ പറയുക, എൻ്റെ ജനം രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ തന്നെ വേണമെങ്കിൽ ശാപഗ്രസ്തനായി തീരുമായിരുന്നു. I would become the curse. എങ്ങനെങ്കിലും എൻ്റെ ജനം യേശുവിനെ അറിയണം. മിസ്രയീമിലെ കൊട്ടാരത്തിൽ വളർന്നു വന്ന മോശയ്ക്ക് കൊട്ടാരത്തിലെ സകല സുഖലോലുഭവങ്ങളും കൂടെ വളർന്ന് അവിടെ നിന്ന് വളർന്നാൽ മതി. നമ്മളൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്തോത്തിൻ്റെ സുഖമാണ് അവിടെ അങ്ങനെ ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കും. ഇയാൾക്ക് എന്തോത്തിൻ്റെ സൂക്കേടാ? എൻ്റെ കുഞ്ഞെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന്. അവിടുത്തെ വിദ്യാഭ്യാസവും അവിടുത്തെ നന്മകളും അവിടുത്തെ ഭൗതികമായിരിക്കുന്ന സകലത അവന് ലഭിച്ചു കഴിഞ്ഞിട്ടും none of those things, അതൊന്നും അവനെ സംതൃപ്തനാക്കുന്നില്ല. അവൻ്റെ അകത്തെന്തോ ഒരു കത്തലുണ്ട്. There is something more that God wants from my life. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്തോ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് none of these things are satisfied. ഇതൊന്നും അവനെ എന്ത് ചെയ്തില്ല, സംതൃപ്തനാക്കിയില്ല. ഒരു ദിവസം തീരുമാനിച്ചു, ഇട്ടേച്ചിറങ്ങാമെന്ന്. ജോലിക്ക് ജോലി, പദവിക്ക് പദവി. ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് പറയുന്ന ചുരുങ്ങിയ പേരൊന്നുമല്ല. ഇതെല്ലാം കളഞ്ഞിറങ്ങാൻ അവനെ പ്രേരിപ്പിച്ചത് എന്നാണെന്നറിയാമോ? ഹിസ് പാഷൻ ഫോർ ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തോടുള്ള അവൻ്റെ ഞാൻ ചോദിക്കട്ടെ,
നമ്മളിൽ എത്ര പേർക്ക് അങ്ങനൊരു വാഞ്ചയുണ്ട്? എത്ര പേർക്ക് അങ്ങനൊരു ദാഹമുണ്ട്? കർത്താവേ, എൻ്റെ പട്ടണത്തിൽ നിന്നെ അറിയാതെ, എൻ്റെ ചുറ്റുപാടുകളിൽ നിന്നെ അറിയാതെ, എൻ്റെ അയൽവാസികളുടെ ഇടയിൽ നിന്നെ അറിയാതെ, ഞാൻ ജോലി സ്ഥലത്ത് നിന്നെ അറിയാത്ത, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നെ അറിയാത്ത അവരെ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് നേടണമപ്പാ, അവരെ എങ്ങനെയെങ്കിലും എനിക്ക് കർത്താവിനോട് അവരെക്കുറിച്ച് പറയണം എന്നൊരു വാഞ്ച നിനക്കുണ്ടോ? മോസസ് ഹാഡ് ദാറ്റ് പാഷൻ. നമ്മളെ പലരെയും ദൈവം തിരഞ്ഞെടുക്കാത്തതിൻ്റെ കാര്യം എന്നാ? നിനക്ക് അങ്ങനൊരു വാഞ്ചയേ ഇല്ല. പിന്നെ വെറുതെ ഇവിടെ കുത്തിയിരുന്ന പേരിന് വേണ്ടി ഇവിടെ കുത്തിയിരുത്താമെന്നേ ഉള്ളൂ. മോസസ് ഹാഡ് എ പാഷൻ. എപ്പോഴാ? ദൈവം വിളിക്കുന്നതിന് മുൻപേ. മുൾപ്പടർപ്പിൽ അഗ്നി കണ്ട് മോശെ മോശെ നീ എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിന്നെ അയക്കുമെന്ന് പറയുന്നതിന് മുൻപേ മോശയ്ക്കകത്ത്, മോശയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ ജനത്തോടൊരു വലിയ അഭിനിവേശം. അങ്ങനെ ഒരു ദിവസം അവൻ തീരുമാനിച്ചു, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ എനിക്ക് നല്ലത് എൻ്റെ ജനത്തിനോടുകൂടെ, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് ഞാൻ തിരഞ്ഞെടുക്കാൻ പോവുക. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്നുള്ള ടൈറ്റിൽ എനിക്ക് വേണ്ട, മിസ്രൈമിലെ നിക്ഷേപങ്ങൾ എനിക്ക് വേണ്ട, അനുഭവിച്ച സുഖലോലുഭങ്ങളൊന്നും വേണ്ട എനിക്ക്. ഞാൻ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ. അങ്ങനെ തീരുമാനിച്ചവനെയാ ദൈവം വേർതിരിച്ചത്. ഇന്ന് പകൽക്കാലം മൂന്നാമത്തെ ശുശ്രൂഷയിൽ നമ്മൾ ചിലരെ വേർതിരിക്കാൻ പോവുക. ജീവിതത്തിൽ ചിലതൊക്കെ വേണ്ടാന്ന് വെച്ചവരാ. ജീവിതത്തിൽ ചിലതൊക്കെ വേണ്ടാന്ന് വെച്ചവരാ. മൂന്നാമത്തത് ആ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അങ്ങനെ ഒരു പാഷൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പാഷൻ അനുസരിച്ചുള്ളൊരു ആക്ഷനും ഉണ്ടായിരുന്നു. പാഷൻ അനുസരിച്ചുള്ളൊരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രവൃത്തി. നമുക്ക് ഭയങ്കര പാഷനാണ്, പക്ഷെ എന്ത് മാത്രമില്ല? ആക്ഷൻ മാത്രമില്ല, ഒരു ഇതുമില്ല ഇല്ലേ? ഇവിടെ ഒരാളെ ഞാൻ കണ്ടു, പറഞ്ഞു എനിക്കൊരു 10 കിലോ തടി കുറയ്ക്കണമെന്നുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ തീറ്റ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവന് ഇങ്ങനെ തിന്നാൽ 10 കിലോ കുറയ്ക്കുകയല്ല, 10 കിലോ കൂട്ടേ ഉള്ളൂ. പൊരിച്ചതും വറുത്തതൊക്കെ അടി. ആഗ്രഹം എന്തുവാ? കുറയ്ക്കണം. എന്നും രാവിലെ എഴുന്നേക്കുമ്പോൾ പറയും നാളെ തൊട്ട് ഓടണം. ഞാൻ പറഞ്ഞു, നീ നാളെ തൊട്ട് ഓടാതെ ഇന്നോട്. നീ നാളെ ഇന്നോടാത്തവൻ നാളെ ഓടില്ല. ഇല്ല, എല്ലാവരും തീരുമാനം എടുക്കേണ്ട. 1-ാം തീയതി തൊട്ട് വലി നിർത്തും, 1-ാം തീയതി തൊട്ട് കുടി നിർത്തും. അവൻ ആയുസ് നിർത്തില്ല ഉറപ്പാ. നീ ഇന്ന് ചെയ്യേ. നമുക്ക് ഭയങ്കര പാഷനാ, ഭയങ്കര വിഷനും ഭയങ്കര പാഷനും. ഈ ഓരോരുത്തർ ഇന്നലെ ചെന്നപ്പോഴേ ഒരാളോട് ചോദിച്ചു, എന്തുകൊണ്ട് ആഗ്രഹം? കളക്ടർ ആവണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആഗ്രഹം നല്ലതാണ്. ഞങ്ങളുടെ മേഴ്സി ഹോമൊക്കെ നമ്മുടെ മേഴ്സി ഹോം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഓരോരുത്തർക്ക് എന്തോ ആരാവണോ, ഡോക്ടർ ആവണം, ഈ സാധാരണ കേസൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ലപ്പാ. ഭയങ്കര പറച്ചില്. പലരുടെയും ജീവിതം പിന്നാലെ നോക്കിയപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടുത്തെങ്ങും ആരും എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. എൻ്റെ പ്രശ്നം പാഷനേ ഉള്ളായിരുന്നു, ആക്ഷനില്ല. നമുക്ക് ഭയങ്കര പാഷനാ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പം. ദൈവദാസന്മാരൊക്കെ വല്ലതൊക്കെ പറയുമ്പോൾ ആരെങ്കിലൊക്കെ പറയുമ്പോൾ എനിക്കും അതുപോലെ ആവണം, എനിക്കും അതുപോലെ ആവണം, എനിക്കും അതുപോലെ ചെയ്യണം, അങ്ങനെ ആനപൂന സേനയൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിനനുസരിച്ചുള്ള ആക്ഷൻ ഇല്ല. ഇപ്പോഴും എഴുന്നേൽക്കുന്നത് 8:30 ആയിട്ടാണ്. മോശ അങ്ങനെയല്ലായിരുന്നു. അവൻ്റെ പാഷൻ അവൻ വർദ്ധിച്ച് വരുന്നതനുസരിച്ച് അവൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? കേം പുട്ട് ആൻ ആക്ഷൻ. എന്തുവാ? മിസ്രൈമിലെ കൊട്ടാരം വിടാൻ തീരുമാനിച്ചെടുത്തു. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്നുള്ള ടൈറ്റിൽ എനിക്ക് വേണ്ട. ദാറ്റ് ഓൾ ആർ ആക്ഷൻസ്. ചിലത് വേണ്ടാന്ന് വെക്കുന്നതൊക്കെ എന്തുവാ? ആക്ഷനാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പാഷൻ എത്തിപ്പിടിക്കാനായിട്ട് എന്തോ ആക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്? എന്തോ ചെയ്യുന്നേ? ഒന്നും ചെയ്യുന്നില്ല. തടി കുറയ്ക്കണമെന്ന് വലിയ ആഗ്രഹമാണ്, പക്ഷെ അങ്ങോട്ട് കുറയുന്നില്ല. ഞാൻ ചോദിച്ചോളട്ടെ, പാഷൻ ഈസ് ഗുഡ്. നല്ലൊരു ആഗ്രഹമുള്ളത് നല്ലത് തന്നെ. ഇവിടെ ഒരാളോട് ചോദിച്ചു, എടാ ഇത്രയും കൊല്ലമായാലൊരു വീടൊക്കെ വെക്കണ്ടേ? ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് ശമ്പളം എത്രയുണ്ട്? 40,000 രൂപ.
ഇപ്പോഴും കടമാണ്. 4 ക്രെഡിറ്റ് കാർഡും ഉണ്ട്. ഓരോ ആഴ്ചത്തേക്ക് ഓരോ ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നത് ഈ പുള്ളി. എനിക്കിത് ഒരെണ്ണം പോലും ഇല്ല. എനിക്ക് ആകെയുള്ളത് ഡെബിറ്റ് കാർഡാണ്. അത് ഉള്ളതിൽ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കുന്നതേ ഉള്ളൂ. വാട്ട്സ് റോങ് വിത്ത് യു? എന്താ പ്രശ്നം? ഇവിടെ 10 രൂപ കൊണ്ട് പാസ്റ്റർമാർ ജീവിക്കുന്നു. അതിൽ 3000 രൂപ വാടകയും കൊടുത്ത് ബാക്കി 7000 കൊണ്ട് ജീവിക്കുന്നു. 1000 രൂപ ദശാംശവും പോയി. ചിലർ പിന്നെ ദശാംശം കൊടുക്കുന്നത് വാടക കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതിൻ്റെയാണ്. ചിലരൊക്കെ ചിരിക്കുമ്പോൾ മനസ്സിലാക്കുക ആരാന്ന്. വാട്ട് ഈസ് റോങ്? എന്താ പ്രശ്നം ഇവിടെ? 40,000 രൂപ കിട്ടിയിട്ട് 4 ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് ജീവിക്കണമെന്ന്. പാഷനുണ്ട്, എന്തില്ല? ആക്ഷനില്ല. കുറേയൊക്കെ വെട്ടിക്കുറയ്ക്കണം ജീവിതത്തിൽ, കുറേയൊക്കെ വെട്ടിക്കുറയ്ക്കണം. ചിലതൊക്കെ വേണ്ടാന്ന് വെക്കണം. എൻ്റെ ജനത്തെ എങ്ങനെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണമെന്ന് മോശയ്ക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ചെയ്ത 3 കാര്യങ്ങൾ. 1, ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്നുള്ള പദവി, കൊട്ടാരം എനിക്ക് വേണ്ട. എൻ്റെ കൊട്ടാര സമാനമായ ജീവിതത്തിൽ നിന്നും പതുക്കെ ഞാനൊന്ന് താഴോട്ടിറങ്ങാൻ പോവുക. എൻ്റെ ടൈറ്റിൽ എനിക്ക് വേണ്ട, നിക്ഷേപങ്ങളും എനിക്ക് വേണ്ട. അത് കളഞ്ഞേച്ചവൻ ഇറങ്ങി താഴോട്ട്. എങ്ങോട്ടിറങ്ങി? ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിപ്പാൻ അവൻ തീരുമാനമെടുത്തപ്പം സ്വർഗം തീരുമാനിച്ചു, ഇവനെ ഞാൻ ഫറവോന് ദൈവമാക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം എൻ്റെ പ്രസംഗം കേട്ടേച്ച് മാത്രം പോവല്ലേ, വല്ലതും ചെയ്യാനൊരു തീരുമാനമെടുത്തേച്ച് പോകണം. അടുത്ത ആഴ്ച മടങ്ങി വരുമ്പം പറയണം, ഇന്ന് പോകുന്ന വഴിക്ക് തന്നെ നാളെ തൊട്ട് തിങ്കളാഴ്ച തൊട്ട് എന്നല്ല, ഇന്ന് തൊട്ട് ഐ എം ഗോയിങ് ടു പുട്ട് ഇൻ ടു ആക്ഷൻ. ഞാൻ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. എൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കണമെങ്കിൽ, എൻ്റെ ജീവിതം നന്നാവണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നെ ദൈവം ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇന്ന് മുതൽ ഞാൻ ചെയ്യാനായിട്ട് പോകുക. 3 കാര്യങ്ങൾ മോശയെ ഇനിയുണ്ട്. അത് ദൈവം വെച്ചാൽ 2 ആഴ്ച കഴിയുമ്പോൾ, അടുത്ത ആഴ്ച നമുക്ക് ഗസ്റ്റ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്, ഐ തിങ്ക് ഗോഡ് നീഡഡ് എ മാൻ. ദൈവത്തിനൊരു മനുഷ്യനെ വേണമായിരുന്നു. ഇന്നും വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നിനക്കൊരു വേക്കൻസി ഉണ്ടെന്നാ. ഇന്നും വേണം. നിങ്ങൾ കണ്ടില്ലേ, പോകുമ്പോൾ ഞാൻ പല കടകളിൽ ശ്രദ്ധിക്കാറുണ്ട്, ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. പെട്രോൾ പമ്പുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ജോലി ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്നതിന് പെട്രോൾ അടിക്കാൻ എത്ര ഇല്ലെന്ന് പാട്. അവിടെ ഇഷ്ടംപോലെ വേക്കൻസി കിടപ്പുണ്ട്. ചില ഹോട്ടലുകളുടെ മുമ്പിൽ കിടമ്പോൾ വേക്കൻസി ഉണ്ട്. ചില കടകളുടെ മുമ്പിൽ ജോലിക്ക് ഇവനൊരു ജോലി ഇല്ലെന്ന് പറഞ്ഞ് നടക്കുക. വേക്കൻസി is still there. God needs a man. ദൈവത്തിന് ആളെ ആവശ്യമുണ്ട്. 2, നിനക്കതിന് വേണ്ടി ഒരു ദാഹം വേണം. 3, അതനുസരിച്ചൊരു പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവസ്ഥ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, അവിടുത്തെ ദാസനായ മോശയെ അങ്ങ് തിരഞ്ഞെടുക്കുവാനുള്ള കാരണങ്ങൾ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ കുറവായിരിക്കുന്നത് എന്ത് എന്ന്, പോരായ്മയായത് എന്ത് എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അവയെ തിരുത്തിക്കൊണ്ട് ജീവിപ്പാൻ, ഞങ്ങളുടെ മുൻപിൽ ഇനി അധികം സമയമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണെന്ന് ബോധ്യത്തോടെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ടവരായി മാത്രം ഇരിക്കാതെ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ, put it into action, ഞങ്ങളെല്ലാവർക്കും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.